ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സങ്കല്പസിദ്ധിയെക്കുറിച്ചാണ്. എന്താണ് സങ്കല്പസിദ്ധി? സങ്കല്പസിദ്ധി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് അത് നേടിയെടുക്കുക. അതായത് നമുക്കറിയാം, ലോ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ആകർഷണ ശക്തിയുണ്ട്. നമ്മളത് എന്ത് കാര്യവും നമ്മളിലേക്ക് നമുക്ക് ആകർഷിക്കുന്ന കഴിവുള്ളത് മനുഷ്യനെന്ന്. പക്ഷേ ഇവിടെ നാം ഉപയോഗിക്കുന്നത് നമ്മുടെ ചിന്തയുടെ വൈബ്രേഷനാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ നാം ഏറെ നേരം അതിനെപ്പറ്റി ചിന്തിക്കുക, ഒരു സംശയവും കൂടാതെ. ഉള്ളിൽ ഭയമോ ഇൻസെക്യൂരിറ്റിയോ, ഇതെങ്ങനെ നടക്കും, സംശയമോ, ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇങ്ങനെ കൊണ്ടുവന്ന ആ ഒരു ചിന്ത, അതായത് ആ ഒരു സങ്കല്പം അവിടെ ബ്ലോക്കാവും. പിന്നെ അത് നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വാസമുള്ളൊരു കാര്യം നിങ്ങളൊരിക്കലും സങ്കല്പിക്കില്ലല്ലോ. കിട്ടില്ല, അതായത് എനിക്കത് ലഭിക്കില്ല എന്നുള്ള അവിശ്വാസം നിങ്ങൾക്കുണ്ടാവും. അങ്ങനെയുള്ള ഒരു കാര്യം വേണം നിങ്ങൾ സങ്കല്പിക്കാൻ. അതായത് എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, എനിക്ക് സ്ഥലവും ഇല്ല, പക്ഷെ എനിക്ക് വീടുണ്ടാക്കണം, അതിനുള്ള വരുമാനവും എനിക്കില്ല. ഇങ്ങനെയാണ് അവസ്ഥയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു സങ്കല്പിക്കുക. ഞാൻ എപ്പോഴും ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഞാനൊരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, അവിടെ നല്ലൊരു 1 നില വീട് വെച്ചു, എല്ലാവരും അവിടെ ഹാപ്പിയായി ഇരിക്കുന്നതും പാലുകാച്ചലിന് എല്ലാവരും വിളിക്കുന്നതായിട്ടും നിങ്ങൾ നല്ല സന്തോഷത്തിലാണ് ഇരിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും, ഇതൊന്നും നടക്കുന്നില്ലല്ലോ. എങ്ങനെ? കാരണം പൈസ ഇല്ല, ഒരു വരുമാനമില്ല, അതുപോലെ എന്താ പറയുക, അതിനുള്ള ഒന്നും തൻ്റെ കയ്യിലില്ല. അപ്പോൾ എങ്ങനെ നടക്കും എന്നുള്ള ഒരു ചെറിയൊരു കണിക പോലുള്ളൊരു സംശയം മതി അവിടെ ബ്ലോക്ക് വരാൻ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം സങ്കല്പിക്കുമ്പോൾ അവിടെ ബോധപൂർവം ഹൈലി കോൺഷ്യസ് ആയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കണം, ഇത് നടക്കുമെന്ന പൂർണ്ണ വിശ്വാസം, വീടായി കഴിഞ്ഞെന്നുള്ള വിശ്വാസം. ആ ചിന്തിക്കുന്ന സമയത്ത് അത് മനസ്സിൽ ഹോൾഡ് ചെയ്യണം, കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യണം. ഇതൊരു ദിവസം ചെയ്താൽ പോവുക, ആവർത്തിച്ച് ചെയ്യുകയും പറയുകയും വേണം. ഞാനൊരു വീട് വാങ്ങിച്ചു, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു, വാ എന്നിങ്ങനെ എപ്പോഴും പറയുകയും, എന്തും നിങ്ങൾക്കൊരു ജോലിയാണോ, എന്തായാലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഇങ്ങനെ പറയും. ഇപ്പോൾ അല്ല കാറും വാങ്ങിക്കാനാണോ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്തും നമുക്കിങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നേടാൻ സാധിക്കും. കാരണം ഇതൊരു സങ്കല്പ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ലോയാണ്. ചില വ്യക്തികൾ പറയാറുണ്ട്, ഞാൻ എത്ര സങ്കല്പിച്ചാലും എനിക്കത് നടക്കാറില്ല എന്നുള്ളത്. അതിൽ ചിലപ്പോൾ ചില ഘടകങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ചില കാര്യങ്ങളൊക്കെ അതിൽ പെട്ടിട്ടുണ്ടാവും. നമ്മളറിയാതെ നമ്മൾ ഇന്നത്തെ അന്തരീക്ഷത്തിൽ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചിന്തയ്ക്ക് ശക്തിയുണ്ട്. നമ്മുടെ ഒരു ചിന്ത വേറൊരു വ്യക്തിയെപ്പോലും ബാധിക്കുന്നുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ ഒരു വൈബ്രേഷൻ അവരിലേക്ക് പോകും. നിരന്തരം നമ്മൾ ചിന്തിക്കുകയല്ലേ ആ വ്യക്തിയെ പറ്റി. നല്ല കാര്യം ചിന്തിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ പോകും. അതേപോലെ ചീത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈബ്രേഷൻ അവരിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നല്ല പോവും. ഡിവൈൻ വൺനെസ് പ്രകാരം നമ്മളെല്ലാം കണക്റ്റഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ സങ്കല്പിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കുന്ന ഇതിലേക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമ്പോൾ നമുക്കൊന്നിനും ഒരു ഉഷാറുണ്ടാവില്ല അല്ലേ. പക്ഷേ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഹൈലി കോൺഷ്യസ് ആയി ബോധപൂർവം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെയൊക്കെ തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് അതിലേക്കൊന്നും പെടാതെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം, നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ നടക്കേണ്ട ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് 90 ദിവസം 3 മാസം നിങ്ങൾ ഇതുപോലെ ചെയ്യുക. രാവിലെ, രാത്രി, വൈകുന്നേരം, ഇങ്ങനെയുള്ള എല്ലാ സമയങ്ങളിലും രാവിലെ ഇതിനെപ്പറ്റി കുറേ നേരം ഒന്ന് ചിന്തിക്കുക, എന്നിട്ട് അതൊന്ന് സന്തോഷിക്കുക. അതേപോലെ ഇതൊരു മരുന്ന് കഴിക്കുന്നത് പോലെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുമ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, വെള്ളം കുടിക്കുമ്പോൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, പുറത്തേക്ക് എവിടെയും പോയി കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുക, ചില വീടുകളൊക്കെ കാണുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഏത് നേരം ഈ ചിന്ത നിങ്ങൾ കൊടുക്കുമ്പോൾ 99% നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ആഗ്രഹം നടന്നിരിക്കും. പിന്നെ നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ആരുടെയും സ്വഭാവദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. സ്വഭാവദൂഷ്യം എന്ന് പറയുമ്പം ലഹരിക്കടിമയായ ആളുകളൊക്കെ ഉണ്ടാവും. ഈ മദ്യപാനം, അതുപോലെ പുകവലി, ഈ ഒരു ശീലമൊക്കെ നിർത്തണമെങ്കിൽ നമ്മൾ പറഞ്ഞ് മതിയായിട്ടുണ്ടാവും. പക്ഷെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടോ അവർ വിചാരിക്കണം അവർ മാറണമെങ്കിൽ. അതിന് ചെയ്യേണ്ടത് ഒരു മാർഗ്ഗമുണ്ട്. നമ്മളൊന്ന് എഴുതി വെക്കുക, ജസ്റ്റ് ഒന്ന് അഫർമേഷൻ പോലെ ഒന്ന് എഴുതി വെക്കുക. സഹോദരനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ,
അവർക്ക് നല്ല സ്വഭാവം വന്നിരിക്കുന്നു, അവരെപ്പോഴും എന്നോട് നല്ല സ്നേഹത്തോടെ പെരുമാറുന്നു, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക. ഒരിക്കലും മദ്യപാനം നിർത്തിയെന്ന് എഴുതാൻ പാടില്ല. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, എപ്പോഴും മദ്യപാനം നിർത്തി നിങ്ങളോടൊക്കെ സ്നേഹത്തോടെ സംസാരിക്കുന്നു, എന്നും വീട്ടിൽ നല്ല സൗഹൃദം, സ്നേഹം, നല്ല അന്തരീക്ഷം, സമാധാനം വർദ്ധിച്ചതായിട്ടൊക്കെ നിങ്ങൾ സങ്കല്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണോ വേണ്ടത് വെച്ചാൽ സഹോദരനാണെങ്കിൽ സഹോദരൻ്റെ ഭാര്യ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതും എല്ലാം സങ്കല്പിക്കുക. ഇങ്ങനെ നിങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ആഹാരം പാചകം ചെയ്യുമ്പോഴും നിങ്ങൾ രാവിലെയും രാത്രിയും എല്ലാം ഈ ഒരു ചിന്ത നിരന്തരം ഇടുകയും പറ്റുമെങ്കിൽ വായ കൊണ്ട് പറയുകയും ആവർത്തിച്ച് നിങ്ങളിത് പറയുകയും ചെയ്യുമ്പോൾ തീർച്ചയായും 3 മാസം കൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതായത് നിങ്ങളുടെ കാര്യം നടക്കുക തന്നെ ചെയ്യും. അതിലൊരു സംശയം നിങ്ങൾ വെക്കാൻ പാടില്ല. അതിലിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ ബ്ലോക്കായിട്ട് കിടക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ചിന്ത, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഹസ്ബൻഡിനെ പറ്റി കുടി നിർത്തി നല്ല മനുഷ്യനായി ചിന്തിക്കുകയാണ്, ഉള്ളിൽ സങ്കല്പിക്കുകയാണ്, കുടിയൊക്കെ നിർത്തി എന്നും നല്ല രീതിയിൽ പെരുമാറുന്നു, മക്കളോടൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നതായിട്ടൊക്കെ നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങളെ അമ്മായിയമ്മ നിങ്ങളെപ്പോഴും വഴക്ക് പറയുന്ന ഒരാളായിരിക്കാം, അപ്പോൾ എപ്പോഴും അവർ നിങ്ങളോട് സ്നേഹമുള്ളവരായി പെരുമാറുന്നതും നിങ്ങളെ മോളേന്ന് വിളിക്കുന്നതായിട്ടൊക്കെ നിങ്ങളിങ്ങനെ നിരന്തരം സങ്കല്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ അറ്റാക്ക് കൂടാൻ ചാൻസ് ഉണ്ട്. അതിലൊന്നും നിങ്ങൾ പെട്ടുപോകരുത്. വീണ്ടും അത് സങ്കല്പിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റില്ല, ബോധപൂർവ്വം സങ്കല്പിച്ചുകൊണ്ടേ ഇരുന്ന് 3 മാസം നിങ്ങൾ ഈ പ്രാക്ടീസ് തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങളിലുള്ള ഒരു വൈബ്രേഷൻ അവരിലേക്ക് പോകും. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും വൈബ്രേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ചിന്തകൾക്കും വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ ഇല്ലാത്ത ഒരു ചിന്തയുമില്ല എന്നുള്ള സത്യം എപ്പോഴും മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാര്യം നടക്കണമെങ്കിൽ, നമ്മുടെ ഒരു ഗോള് അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നാം അത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഹോൾഡ് ചെയ്യുക. ഒന്ന് മനസ്സിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, ഒന്ന് സന്തോഷിക്കുക, ഒന്ന് വൈബ്രേഷൻ കൊടുക്കുക, അതിന് നല്ല വൈബ്രേഷൻ കൊടുക്കുക. അത് നടന്നു കഴിഞ്ഞിരിക്കുക അല്ലേ എന്നുള്ള വിശ്വാസത്തോടെ ഇരിക്കുക. എന്നിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് സങ്കല്പിക്കുകയും ചെയ്യും, വേറെ പിറകാതെ പോവുകയും ചെയ്യും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെപ്പോഴും ആ ചിന്തയിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഉറപ്പായും നിങ്ങൾ ആഗ്രഹം നടക്കുക. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും പ്രപഞ്ചം ഒരുക്കും. മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സമയമില്ല എന്ന് പലരും പറയാറുണ്ട്. മെഡിറ്റേഷൻ ചെയ്യണം, നിർബന്ധമാണ്. എന്നും രാവിലെ നിങ്ങൾക്ക് സമയം കണ്ടെത്തി, ബാക്കിയുള്ളതിന് നമ്മൾ സമയം കണ്ടെത്താറുണ്ടല്ലേ? അപ്പോൾ മെഡിറ്റേഷന് നിങ്ങൾ രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം യൂണിവേഴ്സിനെ അടുപ്പിക്കുന്നൊരു സംഭവമാണ് മെഡിറ്റേഷൻ. എല്ലാ ക്ലാസ്സിലും പറയാറുണ്ടല്ലേ, എല്ലാ വീഡിയോസും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പിന്നെ അതേപോലെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ വൈബ്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഐ ആം എൻ ഏഞ്ചൽ എന്നും പറയാം. ഞാനൊരു മാലാഖയാണ് എന്നും പറയാം. ഇങ്ങനെ പറയുമ്പോൾ ഇത് ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ. ഇത് ആവർത്തിച്ച് പറയുമ്പോൾ അതിനുള്ള സാധ്യത ഒരുങ്ങും. അതായത് മാലാഖയായി തീരുന്നാവും. അങ്ങനെ എന്ത് കാര്യം, ഐ ആം മണി മാഗ്നറ്റ്, ഇപ്പോൾ പറയാം ഞാൻ സമ്പന്നയായിക്കൊണ്ടിരിക്കുന്നു എന്നും ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ. ഒരു ദിവസം നിങ്ങൾ സമ്പന്നയായി അത് തന്നെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം പറഞ്ഞ് അത് ഒരാഴ്ച കൊണ്ട് നടക്കണം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നടക്കണമെന്ന് ഷാഡ്യം പിടിച്ചിട്ട് കാര്യമില്ല. അതിന് സമയമെടുക്കും. സമയം നമ്മൾ ഡെയിലി പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ഇപ്പം ഒരു തോട്ടിട്ട് കൊടുത്തു, പൈസയ്ക്കാണ് ബുദ്ധിമുട്ടെങ്കിൽ ആ തോട്ടിട്ട് കൊടുക്കുമ്പോൾ അതിൽ നമ്മളെല്ലാം കാണണം. നമുക്ക് വീട് വെക്കുന്നതും നമ്മൾ പല രാജ്യങ്ങൾ കാണാൻ പോകുന്നതും എല്ലാം സങ്കല്പിച്ചാൽ നമുക്ക് എന്തും സാധ്യമാകും. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരാം. ബൈ. താങ്ക് യു.